UDF ഘടകകക്ഷികൾക്ക് ഇടയിലും കോൺഗ്രസിലും മന്ത്രിമാരുടെ വകുപ്പുകളിൽ തർക്കം തുടരുന്നു. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നതിൽ ലത്തീൻ സഭയ്ക്ക് പ്രതിഷേധമുണ്ട്. അങ്ങനെയെങ്കിൽ ഫിഷറീസ് എടുത്ത് ഉന്നത വിദ്യാഭ്യാസം മടക്കി നൽകണമെന്നാണ് ലീഗിന്റെ ആവശ്യം. വനം മാറ്റി ഫിഷറീസ് എടുക്കുന്നതിനോട് RSPയിൽ നിന്നും ഷിബു ബേബി ജോണിന് താല്പര്യവുമില്ല. ജലവിഭവത്തിന് ഒപ്പം ഒരു വകുപ്പ് കൂടി വേണമെന്ന് ജോസഫ് വിഭാഗവും ആവശ്യപ്പെട്ടു. സമുദായ പരിഗണന വെച്ച് എക്സൈസ് വകുപ്പ് നൽകിയതിൽ ലിജു അതൃപ്തി അറിയിച്ചു. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർക്ക് സാമ്പത്തിക വിതരണ അധികാരമുള്ള വകുപ്പുകൾ നൽകണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശവും ചൂണ്ടിക്കാണിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം മാറ്റുന്നതിൽ റോജി എം ജോണിനും എതിർപ്പുണ്ട്. കിരൺ ബാബു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കിരൺ, സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാലും വകുപ്പുകളിൽ ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണല്ലേ? സത്യപ്രതിജ്ഞ കഴിഞ്ഞു, പക്ഷേ വകുപ്പുകൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇന്ന് തന്നെ അതിൽ വകുപ്പുകളിൽ തീരുമാനമാകും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കം ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഫിഷറീസ് വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വിട്ടു നൽകി. പകരം ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകിയിരുന്നു. അത് ലീഗും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ ധാരണയായിരുന്നു. എന്നാൽ ഫിഷറീസ് വകുപ്പ് നൽകിയപ്പോൾ അത് ലീഗിന് നൽകിയപ്പോൾ അതിനെതിരെ കത്തോലിക്ക വിഭാഗമൊക്കെ രംഗത്ത് വരികയും അത് പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക വിഭാഗം രംഗത്ത് വരികയും ഇത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കും, അല്ലെങ്കിൽ ലത്തീൻ വിഭാഗത്തിൽ നിന്ന് ഷിബു ബേബി ജോണിന് ഇത് നൽകണം എന്നുള്ള ആവശ്യം ഒക്കെ ഉന്നയിച്ചു. ഇതേ തുടർന്നാണ് ലീഗ് നിലപാട് മാറ്റിയത്. ലീഗ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഫിഷറീസ് വകുപ്പ് മടക്കിത്തരാൻ തയ്യാറാണ്, പകരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തിരിച്ചു കിട്ടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. ഇവിടെയാണ് തർക്കത്തിൻ്റെ ഒന്നാമത്തെ തുടക്കം. അതിനുശേഷം പിന്നീട് കേരള കോൺഗ്രസ് കിട്ടിയ ജലവിഭവ വകുപ്പിന് വകുപ്പ് കൂടി വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു വകുപ്പ് കൂടി, പ്രധാന വകുപ്പുകൾ അല്ലെങ്കിൽ ഒരു വകുപ്പ് കൂടി നൽകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിനകത്തും ഇത് സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. ലിജുവിന് നൽകിയത് എക്സൈസ് വകുപ്പും ഒപ്പം സഹകരണവുമായിരുന്നു. ആദ്യം എക്സൈസ് വകുപ്പ് നൽകി, പിന്നീട് സഹകരണം കൂടി നൽകി. പിന്നീട് സഹകരണം ലിജുവിൽ നിന്നെടുത്ത് അത് PC വിഷ്ണുനാഥിന് നൽകുകയായിരുന്നു. സമുദായ പരിഗണന നോക്കി സഹകരണ എക്സൈസ് വകുപ്പ് മാത്രം നൽകുന്നതിനെതിരെ ലിജു രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അടക്കം പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് മന്ത്രിമാരാകുമ്പോൾ സാമ്പത്തിക വിതരണത്തിന് അവകാശമുള്ള വകുപ്പുകൾ നൽകണം എന്നുള്ള നിർദ്ദേശം വെച്ചിട്ടുള്ളതാണ്. ഇത് പാലിക്കപ്പെട്ടുള്ളതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എക്സൈസ് മടക്കിയെടുത്തോളൂ, പകരം മറ്റൊരു വകുപ്പ് വേണം എന്നുള്ളതാണ് ലിജുവിൻ്റെ ആവശ്യം. മറ്റൊന്ന് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് ഉന്നയിച്ചാണ്. കൃഷി വകുപ്പിന് പകരം മറ്റൊരു വകുപ്പ് കിട്ടണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അക്കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനമോ ചർച്ചയോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരുന്നത് റോജി എം ജോണിനാണ്. റോജി എം ജോണിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് തിരിച്ചു നൽകിയാൽ സ്വാഭാവികമായും റോജി എം ജോണിന് ഏത് വകുപ്പ് നൽകും എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. അവിടെ തൊഴിൽ വകുപ്പ് മാത്രമായി റോജി എം ജോണിനെ നിർത്താനാവില്ല. അവിടെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് നൽകേണ്ടി വരും. അങ്ങനെ ഈ വിവിധ വകുപ്പുകൾക്കിടയിൽ ഇത്തരം തർക്കങ്ങളൊക്കെ എപ്പോഴും നിലനിൽക്കുകയാണ്. അതിനിടയിൽ ടൂറിസം വകുപ്പ് ആർക്കെന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അക്കാര്യത്തിൽ തീരുമാനം ഇനി വരേണ്ടതുണ്ട്. ഇത്തരം ചർച്ചകളാണ്. ആദ്യം ലീഗുമായി ഒരു ധാരണയുണ്ടാക്കണം. ലീഗുമായി ധാരണയുണ്ടാക്കിയ ശേഷം ഇത് ആർക്ക് വകുപ്പ് നൽകണം എന്നത് കോൺഗ്രസ് തീരുമാനിക്കണം. അതിനുശേഷം മാത്രമേ കോൺഗ്രസിലെ മന്ത്രിമാർക്കിടയിലുള്ള വകുപ്പ് തർക്കങ്ങൾ അല്ലെങ്കിൽ വകുപ്പ് സംബന്ധിച്ച വിവിധ ആവശ്യങ്ങൾ മാറ്റി പരിഗണിക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്തായാലും ആ ചർച്ചകളാണ് ഇപ്പോൾ പ്രധാന നേതാക്കൾ തമ്മിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി 2 മണിക്കൂറിനുള്ളിൽ തന്നെ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. പ്രധാന നേതാക്കളും അത്തരം സൂചന തന്നെയാണ് നൽകുന്നത്. ഇതുവരെയും തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഏകദേശം പറഞ്ഞ സമയത്തിന് അധികം വൈകാതെ തന്നെ ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് മന്ത്രിമാരെ തീരുമാനിക്കാനും സത്യപ്രതിജ്ഞ നടത്താനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളും ഒരുപോലെ അവകാശപ്പെടുന്നത്. തർക്കങ്ങളില്ലാതെ തന്നെ ഇന്ന് തന്നെ വകുപ്പുകൾ തീരുമാനമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.